കസ്റ്റഡി മർദ്ദനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ദൃശ്യം കാണാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ കൊല്ലത്തെ വീട്ടിലേക്കും യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്ത്. പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവില്ലെന്ന് ആരോപിച്ച് മറ്റന്നാൾ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനു മുന്നിലും പ്രതിഷേധ സദസ്സ് നടക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ഞങ്ങൾ പലപ്പോഴായിട്ട് ഉയർത്തിയ വിഷയം തന്നെയാണ് നിയമസഭയ്ക്കകത്തും പുറത്തും. മുഖ്യമന്ത്രി പോലീസിന്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുകയാണ്. പാർട്ടി പോലീസിനെ പൂർണ്ണമായിട്ടും വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വരുതിയിൽ ആരെങ്കിലും നിൽക്കുന്നില്ല, നിയമപരമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരെ ആക്രമിക്കുകയാണ് മാർക്സിസ്റ്റുകാർ. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അത് കവർന്നെടുക്കുന്ന ചിത്രമാണ് കേരളത്തിൽ കാണുന്നത്. അതിനെതിരെ കോൺഗ്രസ് 10-ാം തീയതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും വളരെ ഗൗരവത്തിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. ദിലീപ് ദേവസ്വം നൽകും വിശദാംശങ്ങൾ. ദിലീപ്, കൊല്ലത്ത് ഇന്ന് നടന്ന പ്രതിഷേധം അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ കൊല്ലത്തെ വീട്ടിലേക്കായിരുന്നു. ഈ നമ്മുടെ മർദ്ദനത്തിനിരയായ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ദീപ് കുറേയധികം മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എങ്ങനെയായിരുന്നു പ്രതിഷേധം? സംഘർഷം ഉണ്ടായത് എങ്ങനെയാണ്? ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാവുമോ? റോഷ്നി, കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിലെ ഈ സുജിത്തിനെ മർദ്ദിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് സന്ദീപ്. സന്ദീപായിരുന്നു ഏറ്റവും കൂടുതൽ ഈ സുജിത്തിനെ മർദ്ദിക്കുകയും ചെയ്തത്. സന്ദീപിൻ്റെ കൊല്ലം തെക്കുംഭാഗത്തെ വീട്ടിലേക്കായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് ഉണ്ടായത്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടി തന്നെ മാർച്ച് ആരംഭിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയായിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അബിൻ വർക്കി ആ സമയത്ത് പറഞ്ഞത് ഈ സമരം ഒരു തുടക്കം മാത്രമാണ്, ഈ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കം പറഞ്ഞു വരുന്നത്. സമരത്തോട് പ്രതിഷേധമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് തടയുന്നു. പിന്നീട് പ്രവർത്തകരെല്ലാവരും തന്നെ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് സന്ദീപിൻ്റെ വീട്ടിലേക്ക് എത്താനുള്ള ശ്രമം നടത്തി. ഇത് പോലീസ് തടയുകയായിരുന്നു. സന്ദീപിൻ്റെ വീടിൻ്റെ ഇരുവശത്തുമായി ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസ് തടസ്സം നിർത്തും. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്ത് പുറത്തേക്ക് ചാടുന്നതും പോലീസുകാരുടെ ഇടയിലേക്ക് എത്തിയതും നേരിയ തോതിലുള്ള ഒരു സംഘർഷത്തിന് ഇടവരുത്തുകയും ചെയ്തു. പ്രവർത്തകർക്കും പോലീസും തമ്മിലുള്ള ചെറിയ തോതിലുള്ള ഉന്തും തള്ളും ഉണ്ടായി. KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹി അടക്കം പരിക്കേൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തി. പോലീസിൻ്റെ ദേഹത്തേക്ക് കല്ലേറും ഒപ്പം ചെരുപ്പേറും ഉണ്ടാകുന്ന ഒരു സാഹചര്യവും കൊല്ലത്ത് ഇന്നുണ്ടാകുകയും ചെയ്തു. വരും ദിവസങ്ങളിലടക്കം പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒപ്പം സന്ദീപിൻ്റെ വീട്ടിലേക്ക് മാർച്ച് ഉണ്ടാകുമെന്നും ഈ യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. സന്ദീപിനെ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും, അതായത് സുജിത്തിനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ KSUവും യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. റോഷ്നി, സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. അതിൽ കൊല്ലത്ത് പോലീസുകാരന്റെ വീട്ടിലേക്ക് മാർച്ചുണ്ടായി. ഇനിയും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത്.